വെൽക്കം ടു സിമ്പിൾ പി എസ് സി. നമ്മുടെ ഈ ചാനലിൽ പുതിയ SCERT ക്ലാസ്സുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 5ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയും സയൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ്. അതിലെ പാർട്ട് 1 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 2 ആണ് നോക്കുന്നത്. 8ാമത്തെ ചാപ്റ്ററാണ് അധികാരം ജനങ്ങൾക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ. അതിൽ കൂടുതലും ഗ്രാമസഭ, വാർഡ് സഭ, അതുപോലെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, ഭരണഘടനാ ഭേദഗതി നിയമങ്ങൾ എന്നിവയൊക്കെയാണ് ഇതിൽ നോക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അധികാരം ജനങ്ങൾക്ക് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഇവിടെ കുട്ടികൾക്കുള്ള കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഗാന്ധിജിയുടെ സ്വപ്നം എന്താണെന്ന് പറയുന്നുണ്ട്. എൻ്റെ സങ്കല്പത്തിലുള്ള ഗ്രാമസ്വരാജ്യം മുഖ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി അയൽക്കാരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്തതും ആശ്രയം ഒരു ആവശ്യമായി തീർന്നാൽ മാത്രം മറ്റുള്ളവരുമായിട്ട് പരസ്പര സഹായത്തിൽ ഏർപ്പെടുന്നതുമായ ഒരു പൂർണ്ണ റിപ്പബ്ലിക്കാണെന്ന് ഗാന്ധിജിയുടെ സ്വപ്നം ഹരിജ് എന്ന് പറയുന്ന മാഗസീനിൽ പറയുന്നുണ്ട് അല്ലേ, ഗാന്ധിജിയുടെ സ്വപ്നം എന്താണെന്നുള്ളത്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് ഗാന്ധിജിയുടെ. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് കുടികൊള്ളുന്നതെന്നും ഗ്രാമങ്ങളുടെ വികസനത്തിലൂടെ മാത്രമേ രാജ്യപുരോഗതി സാധ്യമാകുമെന്നുമാണ് ഗാന്ധിജി വിശ്വസിച്ചത്. അപ്പോൾ ഗാന്ധിജി എന്താണ് പറയുന്നത്? ഇന്ത്യയുടെ ആത്മാവ് എന്ന് പറയുന്നത് ഗ്രാമങ്ങളിലാണ് കുടികൊള്ളുന്നത്, ഗ്രാമങ്ങളുടെ വികസനത്തിലൂടെ മാത്രമേ രാജ്യപുരോഗതി സാധ്യമാകുന്നു എന്ന് ഗാന്ധിജിയാണ് വിശ്വസിച്ചിരുന്നത്. ജനാധിപത്യ ഭരണത്തിൻ്റെ അടിസ്ഥാന ഘടകം ഗ്രാമങ്ങളായതിനാൽ ജനാധിപത്യ ഭരണത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്താണ്? ഗ്രാമങ്ങളാണ്. ജനാധിപത്യ ഭരണത്തിൻ്റെ അടിസ്ഥാന ഘടകം ഗ്രാമങ്ങളായതിനാൽ പഞ്ചായത്തുകളുടെ അധികാരം എത്രത്തോളം വർദ്ധിക്കുന്നുവോ അത്രത്തോളം അത് ജനക്ഷേമകരമായിരിക്കും. സ്വയംഭരണ ഗവൺമെൻറ് എന്ന അർത്ഥത്തിലാണ് ഗാന്ധിജി ഗ്രാമസ്വരാജിനെ വിശേഷിപ്പിച്ചത്. അപ്പോൾ ഗാന്ധിജി ഗ്രാമസ്വരാജിനെ വിശേഷിപ്പിച്ചത് എന്താണ്? സ്വയംഭരണ ഗവൺമെൻറ് അല്ലേ, സ്വയംഭരണ ഗവൺമെൻറ് എന്നാണ് ഗാന്ധിജി ഗ്രാമസ്വരാജിനെ വിശേഷിപ്പിച്ചത്. ഗാന്ധിജി സ്വപ്നം കണ്ട ഗ്രാമസ്വരാജ് നടപ്പിൽ വരുത്തുന്നതിനുള്ള മാർഗ്ഗമാണ് അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത്. അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത് എന്താണ്? ഗാന്ധിജി സ്വപ്നം കണ്ട ഗ്രാമസ്വരാജ് നടപ്പിൽ വരുത്തുന്നതിനുള്ള ഒരു മാർഗ്ഗമാണ് അധികാര വികേന്ദ്രീകരണം. ജനങ്ങളിലേക്ക് അധികാരം വികേന്ദ്രീകരിക്കപ്പെടുമ്പോഴാണ് ഗ്രാമസ്വരാജ് എന്ന സങ്കല്പം പൂർണ്ണമാകുന്നത്. അപ്പോൾ അധികാരം വികേന്ദ്രീകരിക്കുമ്പോൾ എന്ന് പറയുന്നുണ്ട്, അധികാരം ചിലരിൽ മാത്രം കേന്ദ്രീകരിക്കുമ്പോഴല്ല, പകരം എല്ലാ ജനങ്ങളിലേക്കും വികേന്ദ്രീകരിക്കുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണ്ണമാകുന്നത് അല്ലേ. ജനാധിപത്യം എന്ന് പറയുന്നത് കുറച്ച് ആൾക്കാരിൽ മാത്രം കേന്ദ്രീകരിക്കുന്നതാണ്. എല്ലാ ജനങ്ങളിലും വികേന്ദ്രീകരിക്കുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണ്ണമാകുന്നത്. ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിലോ ഭരണ സംവിധാനത്തിലോ തീരുമാനങ്ങൾ എടുക്കുവാനും നടപ്പിലാക്കുവാനുമുള്ള അധികാരം ജനങ്ങളിലേക്ക് നിയമപരമായി കൈമാറുന്നതിനെയാണ് അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത്. ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിലോ ഭരണ സംവിധാനത്തിലോ തീരുമാനങ്ങൾ എടുക്കുവാനും നടപ്പിലാക്കാനുമുള്ള അധികാരം ജനങ്ങളിലേക്ക് നിയമപരമായിട്ട് കൈമാറുന്നതിനെയാണ് അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത് അല്ലേ. ജനങ്ങളിലേക്കും കൂടി നിയമപരമായിട്ട് ഇതിനെ കൈമാറുമ്പോഴാണ് എന്തെന്ന് പറയുന്നത്? അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത്. ഭരണകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള അധികാരം ചിലരിൽ മാത്രം നിക്ഷിപ്തമാകുന്നതാണ് അധികാര കേന്ദ്രീകരണം. അപ്പോൾ നമ്മൾ പറഞ്ഞു അധികാര വികേന്ദ്രീകരണം എന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞു? എല്ലാ ജനങ്ങളിലേക്കും നിയമപരമായിട്ട് കൈമാറുന്നതാണ്. എന്നാൽ അധികാര കേന്ദ്രീകരണം ഒരാളിലേക്ക് അല്ലേ, കുറച്ച് പേരിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്നതിനെയാണ് അധികാര കേന്ദ്രീകരണം എന്ന് പറയുന്നത്. ഇവിടെ സാധാരണക്കാർക്ക് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകാനുള്ള അവസരം താരതമ്യേന കുറവാണ്. അപ്പോൾ ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകാനുള്ള അവസരം അവിടെ കുറവാണ്. അധികാര കേന്ദ്രീകരണം എന്ന് പറയുമ്പോൾ കുറച്ച് പേരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. അപ്പോൾ എന്താണ് അധികാര വികേന്ദ്രീകരണം എന്ന് പറഞ്ഞു? അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? പ്രാദേശിക വികസനത്തിന് പ്രാധാന്യം. എന്തൊക്കെയാണ് പ്രാദേശിക വികസനത്തിന് പ്രാധാന്യം? വികസന ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കുവാൻ കഴിയുന്നു. സ്ത്രീകൾക്കും മറ്റു പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും നേതൃശേഷിയും ഭരണപരിചയവും കൈവരുന്നു. നേതൃത്വശേഷി നയിക്കുന്ന ദേശ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ വികസനം, പൊതുജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ കൂടുതൽ അധികാരവും പങ്കാളിത്തവും. അപ്പോൾ എന്താണ് അധികാര വികേന്ദ്രീകരണം എന്ന് വെച്ചാൽ? പൊതുജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ കൂടുതൽ അധികാരവും പങ്കാളിത്തവും, പ്രാദേശിക വികസനത്തിന് പ്രാധാന്യം, വികസന ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കുവാൻ കഴിയുന്നു, സ്ത്രീകൾക്കും മറ്റു പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും നേതൃശേഷിയും ഭരണപരിചയവും കൈവരുന്നു, പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ വികസനം. അപ്പോൾ ഇനി അധികാര വികേന്ദ്രീകരണം എങ്ങനെയാണ് വന്നതെന്ന് പറയുന്നുണ്ട്. ആദ്യ കാലഘട്ടം മുതലേ വരുന്നുണ്ട്, റിപ്പൺ പ്രഭുവിൻ്റെ കാലഘട്ടം മുതലേ വരുന്നുണ്ട്. നമുക്ക് നോക്കാം. പുരാതന കാലം മുതലേ നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന ഗ്രാമീണ ഭരണ വ്യവസ്ഥയായിരുന്നു പഞ്ചായത്ത് എന്ന് പറയുന്നത് അല്ലേ. പഞ്ചായത്ത് എന്ന് പറയുന്നത് ആദ്യം തന്നെ പണ്ട് മുതലേ നിലനിൽക്കുന്ന സംഭവമായിരുന്നു. ഗ്രാമജീവിതത്തിൻ്റെ സ്ഥിരാകേന്ദ്രങ്ങളായിരുന്നു അവ. ഗ്രാമജീവിതത്തിൻ്റെ സ്ഥിരാകേന്ദ്രങ്ങൾ എന്തായിരുന്നു? പഞ്ചായത്തായിരുന്നു. പഞ്ചായത്ത് എന്ന് വെച്ചാൽ എന്താണ്? പഞ്ചാന്ന് വെച്ചാൽ 5 അല്ലേ, ആയത്ത് എന്ന് വെച്ചാൽ യോഗം അല്ലെങ്കിൽ സമ്മേളനം എന്നീ സംസ്കൃത പദങ്ങൾ ചേർന്നാണ് പഞ്ചായത്ത് എന്ന പദം രൂപപ്പെട്ടത്. പഞ്ച് ആയത് എന്ന പദം രൂപപ്പെട്ടത്.
രൂപപ്പെട്ടത് അല്ലേ. പഞ്ചായത്ത് ആയത് എന്ന് പറയുന്ന സംസ്കൃത പദങ്ങൾ ചേർന്നാണ് പഞ്ചായത്ത് എന്ന പദം രൂപപ്പെട്ടത്. ബ്രിട്ടീഷ് ആധിപത്യത്തോടെ ഇന്ത്യയിൽ പഞ്ചായത്ത് ഭരണ സംവിധാനം ദുർബലമാകാൻ തുടങ്ങി. എന്നാൽ 1882 റിപ്പൺ പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പൊതുജീവൻ നൽകിയത്. ആര് കൊണ്ടുവന്നാണ്? 1882 റിപ്പൺ പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പൊതുജീവൻ നൽകിയത്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നതോടുകൂടി പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുകയും അവ പുനഃസംഘടിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്ന് കുറച്ച് നിയമങ്ങൾ നമ്മൾ കടമെടുത്തിരുന്നു. അതായത് 1950 ജനുവരി 26 റിപ്പബ്ലിക് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഭരണഘടന നിലവിൽ വരുന്നത് അല്ലേ. അപ്പോൾ എന്താ സംഭവിച്ചത്? 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ. അപ്പോൾ ഈ ഗ്യാപ്പിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടായിരിക്കും? നമ്മൾ എന്ത് നിയമങ്ങളായിരിക്കും എടുത്തിട്ടുണ്ടായിരിക്കുക? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലെ നിയമങ്ങളായിരുന്നു. കഴിഞ്ഞ ചാപ്റ്ററിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുണ്ടോ. അപ്പം 1882 റിപ്പൺ പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾക്ക് പുതിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പൊതുജീവൻ നൽകിയതുപോലെ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടും ഇതിന് സഹായകമായി. ഇനി അധികാര വികേന്ദ്രീകരണം ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് പറയുന്നതെന്നാണ് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമായി അനുച്ഛേദം 40 പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അനുച്ഛേദം 40 അനുച്ഛേദം 40 അല്ലേ. അനുച്ഛേദം 40 പഞ്ചായത്ത് രൂപീകരണത്തെക്കുറിച്ചിട്ട് പറയുന്നത് 40. എങ്കിലും ശക്തമായ പ്രാദേശിക ഭരണ സംവിധാനത്തിൻ്റെ അഭാവം ഇന്ത്യയിലെ ഗ്രാമീണ വികസന പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിച്ചു. ഇത് പരിഹരിക്കുന്നതിനും പ്രാദേശിക ഭരണ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനുമായി നിരവധി കമ്മിറ്റികൾ നിയോഗിക്കപ്പെട്ടു. അവയിൽ പ്രധാനപ്പെട്ടവയാണ് ബൽവന്ത് റായ് മേത്തയുടെയും അശോക് മേത്തയുടെയും നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട കമ്മിറ്റികൾ. അപ്പോൾ എന്താണ് പറയുന്നത്? പഞ്ചായത്ത് രാജ് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. പഞ്ചായത്തിനെ കുറിച്ച് ഭരണഘടനയിൽ 40 പ്രതിപാദിച്ചിട്ടുണ്ടെങ്കിലും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി കുറച്ച് കമ്മിറ്റികൾ നിയോഗിക്കപ്പെട്ടു. അതിൽ പ്രധാനപ്പെട്ട 2 കമ്മിറ്റികളാണ് ബൽവന്ത് മേത്ത റായ് കമ്മിറ്റിയും അശോക് മേത്ത കമ്മിറ്റിയും. ഇമ്പോർട്ടൻ്റ് ആണോ. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ഇതാണ്. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി 1957 നിലവിൽ വന്നത്. ത്രിതല പഞ്ചായത്ത് സംവിധാനം അല്ലേ. ത്രിതല പഞ്ചായത്ത് സംവിധാനം കൊണ്ടുവന്നതാരാണ്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ്. ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത് എന്നിവയാണ് ത്രിതല പഞ്ചായത്ത് എന്ന് പറയുന്നത്. ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത്. ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അധികാരം പഞ്ചായത്ത് സമിതികൾക്ക്, മേൽനോട്ടവും സംഘടനവും ജില്ലാ പരിഷത്തിന്. അങ്ങനെയായിരുന്നു. അപ്പോൾ എന്താണ് പറയുന്നത്? പഞ്ചായത്ത് സമിതികൾക്ക് കൊടുത്തത് ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അധികാരവും ജില്ലാ പരിഷത്തിന് കൊടുത്തത് മേൽനോട്ടവും സംഘടനവുമായിരുന്നു. ഗ്രാമപഞ്ചായത്തുകളിൽ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് ബൽവന്ത് റായ് മേത്തയാണ് കൊണ്ടുവന്നത്. ഗ്രാമപഞ്ചായത്തുകളിൽ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ്. ജില്ലാ പരിഷത്ത്, പഞ്ചായത്ത് സമിതി എന്നിവിടങ്ങളിലേക്കുള്ള പരോക്ഷ തെരഞ്ഞെടുപ്പ്. ഗ്രാമപഞ്ചായത്തുകളിലേക്ക് പ്രത്യക്ഷ തെരഞ്ഞെടുപ്പും എന്നാൽ ജില്ലാ പരിഷത്ത്, പഞ്ചായത്ത് സമിതി എന്നിവിടങ്ങളിലേക്ക് പരോക്ഷ തെരഞ്ഞെടുപ്പും ഇതിൽ നിന്നാണ്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് വന്നത്. 1957 വന്നത്. ത്രിതല പഞ്ചായത്ത് സംവിധാനമായിരുന്നു. ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, അതുപോലെ ജില്ലാ പരിഷത്ത് എന്നീ 3 ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളാണ് ഉണ്ടായിരുന്നത്. ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അധികാരം സമിതികൾക്കും മേൽനോട്ടവും സംഘടനവും ജില്ലാ പരിഷത്തിനുമായിരുന്നു. ഗ്രാമപഞ്ചായത്തുകളിൽ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പായിരുന്നുവെങ്കിൽ ബാക്കി 2 ജില്ലാ പരിഷത്തും പഞ്ചായത്ത് സമിതികളിലും പരോക്ഷ തെരഞ്ഞെടുപ്പായിരുന്നു. ഇനി എന്താണ് അശോക് മേത്ത കമ്മിറ്റി ശുപാർശ? അശോക് മേത്ത കമ്മിറ്റി ശുപാർശ 1978 വന്നത്. അതിൽ ദ്വിതല പഞ്ചായത്താണ്ട് 2 ദ്വിതല പഞ്ചായത്ത് സംവിധാനമാണ്. ഇതൊക്കെയാണ് മണ്ഡൽ പഞ്ചായത്തും ജില്ലാ പരിഷത്തും. മണ്ഡൽ പഞ്ചായത്തും ജില്ലാ പരിഷത്തും. ജില്ലാ പരിഷത്തിനായിരിക്കും ജില്ലാതല ആസൂത്രണ ചുമതല അല്ലേ. മണ്ഡൽ പഞ്ചായത്തുകൾക്ക് ഗ്രാമങ്ങളുടെ ചുമതലയായിരിക്കും. പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത ഉണ്ടായിരിക്കും. പട്ടികജാതി പട്ടികവർഗ സംവരണം അശോക് മേത്ത കമ്മിറ്റി ശുപാർശ പ്രകാരം വന്നതാണ്. അപ്പോൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? ദ്വിതല പഞ്ചായത്ത് സംവിധാനമാണ്. അതായത് മണ്ഡൽ പഞ്ചായത്ത്, ജില്ലാ പരിഷത്ത് എന്നിവയാണ്. ജില്ലാ പരിഷത്തിനായിരിക്കും ജില്ലാതല ആസൂത്രണ ചുമതല. മണ്ഡൽ പഞ്ചായത്തുകൾക്ക് ഗ്രാമങ്ങളുടെ ചുമതലയായിരിക്കും. പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത ഉണ്ടായിരിക്കും. പട്ടികജാതി പട്ടികവർഗ സംവരണമൊക്കെ അശോക് മേത്ത കമ്മിറ്റിയിലാണ് വരുന്നത്. അപ്പോൾ എവിടെ നിന്നാണ് ഈ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി എന്ന് പറയുന്ന ആളാണ് എന്ത് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു? പഞ്ചായത്ത് രാജ് സംവിധാനം കൊണ്ടുവന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇത് എവിടെ നിന്നാണ് വന്നതെന്ന് നമുക്ക് നോക്കാം. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിൽ വന്നത് രാജസ്ഥാനിലാണ്. എവിടെയാണ്? രാജസ്ഥാനിലാണ് ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത്. 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലെ നെഗോർ ജില്ലയിൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പദ്ധതി ഉദ്ഘാടനം ചെയ്തു. അതേ വർഷം തന്നെ ആന്ധ്രാപ്രദേശിലും തുടർന്ന് തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നു. അപ്പോൾ ആദ്യം വന്നത് എവിടെയായിരുന്നു? രാജസ്ഥാനിലായിരുന്നു. 1959 ഒക്ടോബർ 2 ആര് ഉദ്ഘാടനം ചെയ്തത്? ജവഹർലാൽ നെഹ്റു ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും പിന്നീട് ഈ സംവിധാനം നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു.
പിന്നെ നമ്മൾ നോക്കുന്നത് ഭരണഘടനാ ഭേദഗതിയാണ്. അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട വിവിധ കമ്മിറ്റികളുടെ ശുപാർശകൾ രാജ്യവ്യാപകമായി നടപ്പാക്കുന്നതിലെ കാലതാമസം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശാക്തീകരണത്തിനും ഏകീകൃത ഘടനയ്ക്കും തടസ്സമായി. അതിനാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകുവാൻ തീരുമാനിച്ചു. 1992 73-74 ഭരണഘടനാ ഭേദഗതികൾ പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൂടുതൽ അധികാരങ്ങൾ ലഭ്യമായി. 1992 73 74 ഭരണഘടനാ ഭേദഗതി. 73 ഭേദഗതിയിൽ എന്താണ്? പഞ്ചായത്തി രാജ് നിയമവും 74 ഭേദഗതി നഗരപാലിക നിയമവും നിലവിൽ വന്നു. അപ്പോൾ 73ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് പഞ്ചായത്തി രാജ് സംവിധാനം വന്നത്. ഗ്രാമസഭകളുടെ രൂപീകരണം, ഭരണകാലാവധി 5 വർഷം, പട്ടികജാതി പട്ടികവർഗ സംവരണം, വനിതാ സംവരണം, തെരഞ്ഞെടുപ്പ് ചുമതല സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്, 5 വർഷത്തിലൊരിക്കൽ ധനകാര്യ കമ്മീഷൻ, ത്രിതല പഞ്ചായത്ത് സംവിധാനം, VBD ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, അങ്ങനെ പഠിച്ചാൽ മതി. VBD എന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും? വില്ലേജ്, ബ്ലോക്ക്, ഡിസ്ട്രിക്റ്റ് എന്നുള്ളത് കിട്ടും. അപ്പോൾ ത്രിതല പഞ്ചായത്ത് സംവിധാനം. അപ്പോൾ 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നു. എന്തൊക്കെയാണ്? ഗ്രാമസഭകളുടെ രൂപീകരണം, ഭരണകാലാവധി 5 വർഷം, പട്ടികജാതി പട്ടികവർഗ സംവരണം, വനിതാ സംവരണം, തെരഞ്ഞെടുപ്പ് ചുമതല സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്, 5 വർഷത്തിലൊരിക്കൽ ധനകാര്യ കമ്മീഷൻ, ത്രിതല പഞ്ചായത്ത് സംവിധാനം, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. ഇനി 74ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് നഗരപാലിക സംവിധാനമാണ്. എന്തൊക്കെയാണ് ഇവിടെ വരുന്നത്? വാർഡ് സഭകളുടെ രൂപീകരണം, ഭരണകാലാവധി 5 വർഷം. ഇതുപോലെ തന്നെയല്ലേ, പക്ഷെ എന്താണ്? ഗ്രാമസഭയല്ല, മറ്റേത് എന്താണ്? നഗരമാണല്ലേ വരുന്നത്. അപ്പോൾ അത് കാരണം എന്തായിരിക്കും? വാർഡ് സഭകളായിരിക്കും നഗരത്തിലുണ്ടായിരിക്കാം. പട്ടികജാതി പട്ടികവർഗ സംവരണം, വനിതാ സംവരണം, തെരഞ്ഞെടുപ്പ് ചുമതല സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്, 5 വർഷത്തിലൊരിക്കൽ ധനകാര്യ കമ്മീഷൻ. 2 തരം നഗര തദ്ദേശ ഭരണ സ്ഥാപനങ്ങളാണുള്ളത്, നഗർ പഞ്ചായത്തും മുനിസിപ്പൽ കൗൺസിലും. എന്താണ്? കേരളത്തിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. നഗർ പഞ്ചായത്തും മുനിസിപ്പാലിറ്റി കൗൺസിലും. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ഇവിടെ 2 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്, നഗർ പഞ്ചായത്ത്, മുനിസിപ്പൽ കൗൺസിലും. അതുപോലെ തന്നെ ഇവിടെ എന്താണ്? വാർഡ് സഭകളുടെ രൂപീകരണമാണ് നടക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പഞ്ചായത്ത് രാജ് സംവിധാനം എന്ന് വെച്ചാൽ 3 അല്ലേ. ത്രിതല പഞ്ചായത്താണ്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, നഗരപാലികയാണെങ്കിൽ മുനിസിപ്പൽ കൗൺസിലും മുനിസിപ്പൽ കോർപ്പറേഷനും. ഇനി ജനകീയ ആസൂത്രണം കേരളത്തിൽ എങ്ങനെയാണെന്ന് നോക്കാം. 73-74 ഭരണഘടനാ ഭേദഗതികളെ തുടർന്ന് 1996 കേരളത്തിൽ നടപ്പിലാക്കിയ അധികാര വികേന്ദ്രീകരണ പ്രക്രിയയാണ് ജനകീയ ആസൂത്രണം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ജനകീയ ആസൂത്രണം എന്ന് പറഞ്ഞാൽ എന്താണ്? അധികാര വികേന്ദ്രീകരണം തന്നെയാണ്. പക്ഷേ അതെന്താണ്? കേരളത്തിലാണ്. അപ്പോൾ എന്താണ്? 1996 നടപ്പിലാക്കിയ അധികാര വികേന്ദ്രീകരണ പ്രക്രിയ ജനകീയ ആസൂത്രണം എന്ന പേരിൽ അറിയപ്പെടുന്നു. പ്രാദേശിക ഭരണ സംവിധാനത്തിന് കൂടുതൽ അധികാരങ്ങളും ചുമതലകളും നൽകി അവ നടപ്പിലാക്കുന്നതിനാവശ്യമായ ഉദ്യോഗസ്ഥർ, സ്ഥാപനങ്ങൾ, ഫണ്ട് എന്നിവ ലഭ്യമാക്കാൻ ജനകീയ ആസൂത്രണം വഴിയൊരുക്കി. ഈ ഭരണഘടനാ ഭേദഗതികളുടെ ഫലമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 33% സ്ത്രീ സംവരണം ഏർപ്പെടുത്തിയിരുന്നു. എത്രയാണ്? 33% സ്ത്രീ സംവരണം ഏർപ്പെടുത്തിയിരുന്നു. തുടർന്ന് 2005 പഞ്ചായത്ത് രാജ് ആക്ട് ഭേദഗതിയിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്ത്രീ പ്രാതിനിധ്യം 50% 2005 നിയമത്തിലൂടെയാണ്, ഭേദഗതിയിലൂടെയാണ് സ്ത്രീ പ്രാതിനിധ്യം എത്രയും മാറിയത്? 50% മാറിയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതത്തിൽ 10% സ്ത്രീകൾക്ക് മാത്രമുള്ള പദ്ധതികൾക്കായിട്ട് മാറ്റിവെക്കുന്നുണ്ട്. അങ്ങനെ കാര്യക്ഷമമായ അധികാര വികേന്ദ്രീകരണ പ്രക്രിയയിലൂടെ കേരളം രാജ്യത്തിന് മാതൃകയായി. അപ്പോൾ ഇവിടുത്തെ മെയിൻ പോയിന്റ് എന്താണ്? 1996 കേരളത്തിൽ അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്ന ജനകീയ ആസൂത്രണം നിലവിൽ വന്നത് അല്ലേ. പിന്നെന്താ ഇവിടെ പറഞ്ഞത്? 33% സ്ത്രീ സംവരണമായിരുന്നു. പിന്നീട് അത് ഉയർത്തി വന്നു അല്ലേ. ഇനി ചുമതലകൾ പലവിധം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ബോർഡ് എന്താണ്? ജനന മരണങ്ങളുടെ രജിസ്റ്റർ ചെയ്യൽ, സ്ഥിതി വിവര കണക്കുകൾ ശേഖരിക്കൽ, പ്രാഥമിക വിദ്യാലയങ്ങളുടെ മേൽനോട്ടം, മാതൃശിശു വികസനം, കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകൽ, പരമ്പരാഗത ജലസ്രോതസ്സുകൾ സംരക്ഷിക്കൽ, മാലിന്യ നിർമ്മാർജ്ജനം, വളർത്തുനായകൾക്ക് ലൈസൻസ് നൽകൽ. അപ്പം കുറേ ചുമതലകൾ എന്തുണ്ട്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുണ്ട് അല്ലേ. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? അധികാര വികേന്ദ്രീകരണം 1/4 നൂറ്റാണ്ട് പിന്നിടുമ്പോൾ നേട്ടങ്ങൾ മാത്രം ഉയർത്തിപ്പിടിക്കാതെ പരിമിതികൾ കൂടി തിരിച്ചറിഞ്ഞ് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. എന്തൊക്കെ വെല്ലുവിളികളാണ്? പദ്ധതി വിഹിതം സമയബന്ധിതമായി ലഭിക്കാത്ത അവസ്ഥ. പദ്ധതി വിഹിതം എന്ന് പറയുന്നത് സമയബന്ധിതമായിട്ട് ലഭിക്കാത്ത അവസ്ഥ. കറക്റ്റ് സമയത്തിന് എന്ത് കിട്ടുന്നില്ല? പദ്ധതി വിഹിതം ലഭിക്കുന്നില്ല. വികേന്ദ്രീകരണം പൂർണ്ണമായും നടപ്പിലാക്കുന്നില്ല. വികേന്ദ്രീകരണം പൂർണ്ണമായും നടപ്പാക്കപ്പെടാത്ത സാഹചര്യം. ഗ്രാമസഭകളിലെ കുറഞ്ഞ ജനപങ്കാളിത്തം. ജനങ്ങൾ ഗ്രാമസഭ കൂടുമ്പോൾ എല്ലാ ജനങ്ങളും എത്തുന്നുണ്ടോ? ഇല്ല.
ഇല്ല അല്ലേ. ഗ്രാമീണ മേഖലയിലെ പഞ്ചായത്തുകളുടെ തനത് വരുമാനത്തിലെ കുറവ്, ഭൗതിക സാഹചര്യങ്ങളുടെ അപര്യാപ്തത. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത്? പദ്ധതി വിഹിതം സമയബന്ധിതമായി ലഭിക്കാത്ത അവസ്ഥ, വികേന്ദ്രീകരണം പൂർണ്ണമായി നടപ്പാക്കപ്പെടാത്ത അവസ്ഥ, ഗ്രാമസഭകളിലെ കുറഞ്ഞ ജനപങ്കാളിത്തം, ഗ്രാമീണ മേഖലയിലെ പഞ്ചായത്തുകളുടെ വരുമാനക്കുറവ്, ഭൗതിക സാഹചര്യങ്ങളുടെ അപര്യാപ്തത. ജനാധിപത്യം അർത്ഥവത്താകുന്നത് അധികാരത്തിൽ ജനങ്ങളും പങ്കാളികളാകുമ്പോഴാണ്. അധികാര വികേന്ദ്രീകരണം ഇതുറപ്പാക്കുന്നു. ഒരു സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഭരണത്തിൽ പങ്കാളികളാക്കുന്ന പ്രക്രിയ കൂടിയാണിത്. അതുകൊണ്ട് തന്നെ അധികാര വികേന്ദ്രീകരണത്തിലെ വെല്ലുവിളികൾ തരണം ചെയ്തും അവ പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടത് ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിന് അനിവാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് കഴിയാണ് കേട്ടോ. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.